കഴിഞ്ഞ 4 ദിവസം അക്ഷരാർത്ഥത്തിൽ കൊല്ലം ഇങ്ങനെ ചുവന്നു തുടുത്തു നിൽക്കുകയായിരുന്നു. നമുക്കറിയാം കൊല്ലം പണ്ടേ ചുവന്നതാണ്, അതിനൊരു മാറ്റവുമില്ല. ചുവന്ന മണ്ണാണ്, ചുവപ്പിന് വേരോട്ടമുള്ള മണ്ണാണ്. എക്കാലത്തും ആ ചുവപ്പ് കൂടിക്കൊണ്ടിരിക്കും എന്നല്ലാതെ ആ ചുവപ്പിന്റെ ഏറ്റവും ഭംഗിയാർന്ന ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഈ കഴിഞ്ഞു പോയ 4 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമ്മേളനം എങ്ങനെ ഒരു നാടിന്റെ ജനകീയ ഉത്സവമാകുന്നു, ഒരു നാട് അതെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓർക്കണം, ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു. അതായത് ഈ പാർട്ടി മെമ്പർമാരുടെ വീടുകളിൽ വെച്ച ഹുണ്ടികയിൽ നിന്ന് 2.5 കോടി രൂപ സമാഹരിച്ചാണ് ഈ സമ്മേളനം നടത്തിയത്. നോക്കൂ, ഇങ്ങനെ ഒരു സമ്മേളനം ആ രീതിയിൽ നടത്താൻ ലോകത്ത് മറ്റാർക്ക് കഴിയും? ആ രീതിയിൽ മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ വരുമാനത്തിൻ്റെ, അവർക്ക് അന്നം കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം അവരുടെ പാർട്ടിയുടെ സമ്മേളനത്തിനായി നൽകുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആ പാർട്ടി എത്രമാത്രം വേരാഴ്ന്നിരിക്കുന്നു എന്നുകൂടി നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ. പറഞ്ഞാലും തീരില്ല എന്ന് തന്നെയാണ് വസ്തുത. ഈ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി, സമ്മേളനം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, LDFന്റെ 3.0 അടുത്ത സർക്കാരിന്റെ ചർച്ചകൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം. ഈ സമ്മേളനത്തിന് ശേഷം വർദ്ധിത വീര്യത്തോടെ CPIMന്റെ സംഘടനാ സംവിധാനം ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയണം. PV കുട്ടൻ കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സമ്മേളനത്തിന്റെ സമഗ്രമായ കാഴ്ചകൾ പങ്കുവയ്ക്കാനായി. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആവേശോജ്വലമായ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്, ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതെ, ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 12:45 കൂടി എത്തി. കുട്ടേട്ടാ വന്നു, വളരെ വേഗത്തിൽ കുറച്ച് സമയം കിടന്നുറങ്ങി. അതിനുശേഷം ഇതാ വീണ്ടും രാവിലെ ഫ്ലോറിലേക്ക്. കാരണം വേറൊന്നുമല്ല, ഈ സമ്മേളനത്തിന്റെ ഒരു ആവേശം ഇങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകുന്നില്ല. ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ സമ്മേളനത്തിൽ നിന്ന് സംഘടനാപരമായ വലിയ ഊർജം നേടി CPIM ഇനി അടുത്ത ചുവടിലേക്ക് കടക്കുകയാണ്. കാരണം നമുക്കറിയാം, LDF സർക്കാരിന്റെ അടുത്ത തുടർഭരണത്തെക്കുറിച്ച് പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. പാർട്ടിയുടെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ആ സംഘടനാ സംവിധാനത്തിന്റെ അടുത്ത ചുവടുകളിലേക്കാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നിർണായക ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. കാരണം പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അത് 3ാം തവണയും അധികാരത്തിലേക്ക് ഏറാൻ പോകുന്നു എന്നൊരു വിശ്വാസത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്, ജനങ്ങൾ പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. മനു, വിനിഷ, CPIMന്റെ സമ്മേളനങ്ങൾ ഇപ്പോൾ കൊല്ലം സമ്മേളനം ഇന്നലെ സമാപിച്ചു. കഴിഞ്ഞ സമ്മേളനം എറണാകുളത്തായിരുന്നു, അതിനു മുമ്പ് തൃശ്ശൂരായിരുന്നു, പിന്നെ അതിനു മുമ്പ് ആലപ്പുഴയായിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും ഇത്തരത്തിൽ വളരെ ആവേശകരമായ കാഴ്ചകൾ തന്നെയാണ് കാണാറ്. ലക്ഷങ്ങളാണ്, അതായത് അവരുടെ ആശ്രയമാണ് ഈ പാർട്ടി. അത് ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത് CPIM ആണ്. ഏറ്റവും താഴെത്തട്ട് ബ്രാഞ്ച് തലം മുതൽ ഏറ്റവും മുകളിൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള തലങ്ങളിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ദൈനംദിന ഇടപെടൽ നടത്തുന്ന പാർട്ടി സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം, ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു, തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ തലമുറ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം രാഷ്ട്രീയ അവബോധമുള്ളവരാണ് എന്ന് സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. പക്ഷെ കൊല്ലത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് നമുക്കറിയാം, നിങ്ങൾ രണ്ടുപേരും ആ ലൈവിലുണ്ടായിരുന്നു. ഈ വളണ്ടിയർ മാർച്ച് 25,000 വളണ്ടിയർമാരാണ്. അത് വളരെ കൃത്യമായി ഓരോ ലോക്കലിൽ നിന്നും നിശ്ചയിച്ച വളണ്ടിയർമാർ ഇവിടെ എത്തുന്നു. അവർ CPIMന്റെ സംഘടനാ കെട്ടുറപ്പ് വ്യക്തമാക്കിക്കൊണ്ടുള്ള മാർച്ച് നടത്തുകയാണ്. അതിനകത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ വളണ്ടിയർമാരെ തന്നെ കണ്ടത് യൂത്ത്, അതായത് ഈ സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് തലത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വളണ്ടിയർമാരായി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. അത് വലിയ ഒരു സമീപകാലത്തൊന്നും കാണാത്തൊരു കാഴ്ചയാണ്. ഈ പുതിയ തലമുറയിൽ എത്രത്തോളം CPIM എന്നുള്ള പാർട്ടി, അതോടൊപ്പം തന്നെ SFIയും DYFIയും ഒക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവായിരുന്നു വളണ്ടിയർ മാർച്ച്. അതോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തിനകത്തൊക്കെ ഇങ്ങനെ കൊല്ലത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. 2 ലക്ഷത്തിലധികം ആൾക്കാരെന്ന് സംഘാടകർ പറഞ്ഞു. അത് നമുക്കത് അവിശ്വസനീയമാണ്. സ്വാഭാവികമായും 2 ലക്ഷം പേരൊക്കെ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആശ്രാമം മൈതാനത്ത് ഇന്നലെ കണ്ട കാഴ്ച എന്നുള്ളത് 2 ലക്ഷമാണോ അതിൽ കൂടുതലാണോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത്തരത്തിൽ വലിയ ജനങ്ങളുടെ രസകരമായ കണക്കുണ്ട്. മാത്രമായിരുന്നില്ല.
അതിലൊരു ഭയങ്കര രസകരമായ ഒരു കണക്കുണ്ട്. ഞങ്ങൾ ഇന്നലെ നമ്മൾ ഈ പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 9 മണി വാർത്തയുടെ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ കൊല്ലത്ത് ഇതുപോലൊരു സമ്മേളനം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എൻ്റെ കാഴ്ചയിലെ ഏറ്റവും വലിയ സമ്മേളനമാണ്. അത് മാത്രമല്ല 6 ഏരിയകളിൽ നിന്നുള്ള ആളുകൾക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെന്നേ. ഈ റെഡ് വോൾഡിയർ മാർച്ച് ഓരോ പ്ലാറ്റൂണുകളായിട്ടാണ് മാർച്ച് ചെയ്ത് അവർ സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. അത്തരത്തിൽ 6 ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്ലാറ്റൂണുകൾക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്തും അവർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സമയത്തും ആശ്രാമത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് എത്തണ്ടേ? അതാണ് ഈ ആശ്രാമത്തിൻ്റെ ഏറ്റവും പിറകുവശത്തൊക്കെ ഞങ്ങൾ പോകുമ്പോൾ സ്ഥിതി എന്താ വെച്ചാൽ അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല ഒരു കാരണവശാലും. കാരണം അത്രയും ജനത്തിരക്ക്, ആ റോഡിലൊക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു, ജനങ്ങളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂറുകളോളം അവിടെ ഇങ്ങനെ ജനനിബിഡമായിരുന്നു. അത് പൊതുസമ്മേളനം നടക്കുന്ന ആ മൈതാനത്തല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ പിറകിൽ നമ്മൾ ആ പ്രദർശനമൊക്കെ നടക്കുന്നതിൻ്റെ പിറകിലൊക്കെ ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അതൊരു വലിയ എന്താ പറയുക ആവേശകരമായ കാഴ്ച എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ആ കാഴ്ചകൾക്കൊപ്പം തന്നെ ഈ സമ്മേളനം കേരളത്തിൽ നൽകുന്ന ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട്. നവകേരളം പടുത്തുയർത്താനുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് CPIM-ന്റെ ഈ മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സമാപിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ പുതിയ നവകേരളം പടുത്തുയർത്തുന്നതിനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ജില്ലാതല ഡെലിഗേഷനുകൾ ചർച്ച നടത്തുന്നു. 27 പേർ ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ച വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമ്മേളനം മുമ്പാകെ അവതരിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്മേൽ, മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിന്മേൽ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ. കാരണം രണ്ടാം പിണറായി സർക്കാർ, നമുക്കറിയാം കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ അടിച്ചമർത്തലുകൾ നടത്തുന്ന ഘട്ടത്തിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം, സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യണം, ശമ്പളം ഉൾപ്പെടെയുള്ള ഒരുപാട് സാമ്പത്തികം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കേരളത്തിനുള്ള തനത് ഫണ്ട് ഉൾപ്പെടെ പൂർണ്ണമായും വെട്ടിക്കുറക്കുന്നു. വലിയ ദുരന്തങ്ങൾ വന്നപ്പോൾ, മുണ്ടക്കയിലും ചൂരന്മലയിലും ദുരന്തം വന്നപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയൊക്കെ വന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും വലിയ ഒരു കൈത്താങ്ങായി നമ്മുടെ കേരളത്തെ സഹായിക്കുമെന്ന്. ഇതൊരു കൊച്ചു സംസ്ഥാനമാണ്, അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ ഒരു വലിയ സഹായം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിന് സമാനമെന്നാൽ ഇത്രത്തോളം ദുരന്തം ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ പണം നൽകുന്നു. ദുരന്തം തടയുന്നതിന് വേണ്ടി ഉൾപ്പെടെ BJPയെ സഹായിക്കുന്ന ഘടകകക്ഷികളുള്ള സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് അഡ്വാൻസായി പണം അനുവദിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകൾ രാജ്യത്ത് കാണുമ്പോഴാണ് ഇത്രയും വലിയ ദുരന്തങ്ങൾ, അല്ലെ, 100 കണക്കിന് 400-ലധികം പേർ നഷ്ടമായ, 2000-ലധികം പേർക്ക് കിടപ്പാടം നഷ്ടമായ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ, ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ദുരന്തം നടന്നിട്ട് അവിടേക്ക് ഒരു ചെറിയൊരു സഹായം പോലും നൽകുന്നതിന് വേണ്ടി കേന്ദ്രം തയ്യാറാകുന്നില്ല. അവിടെയാണെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയാണ്. അവിടെ അതിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കണ്ടെത്തേണ്ട, ഒരുപാട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകണം, ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ പോകുന്നു. അതിനുള്ള തനത് ഫണ്ട് കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിൽ പോലും അതിലൊന്നും ഒരു തരി പോലും പതറാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ നാടിനെ നയിക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കേരളമെമ്പാടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാർ തുടർഭരണത്തിലേക്ക് എത്തുമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായൊരു ഘട്ടത്തിൽ കൂടിയാണ് കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. അപ്പോൾ ഈ നയരേഖ എന്ന് പറയുന്നത് കേരളീയരുടെ ജീവിതത്തെ സമഗ്രമായി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വളരെ അഡ്വാൻസ്ഡ്, അതായത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരുപാട് പദ്ധതികൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം, ഈ വികസിത അർദ്ധവികസിത രാജ്യങ്ങൾ, അത് വലിയൊരു മാതൃകയാണ്. ആ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പതിയെ നമ്മളങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള വലിയ വലിയ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അതിനെ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ തന്നെ അഭിനന്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് നവകേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ പ്ലാനുകളായിരുന്നു. ഈ വിഭവ സമാഹരണം സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പദ്ധതികൾക്ക് നമ്മൾ തന്നെ വിഭവ സമാഹരണം നടത്തുന്നൊരു പദ്ധതിയാണ്. അതിനകത്ത് പലതരത്തിലുള്ള സോഴ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ ആയിട്ടില്ല. സഹകരണ മേഖല ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും ശക്തിമത്തായൊരു മേഖലയാണ്, സാമ്പത്തിക മേഖല കൂടിയാണ് സഹകരണ മേഖല. ആ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്
ഉള്ള ഒരു വിപുലമായ പദ്ധതിയാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ആ രേഖ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രിയും അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഭവ സമാഹരണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ആ നിക്ഷേപങ്ങൾക്കകത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പോലുള്ള ഈ ചങ്ങാത്ത മുതലാളിത്തം എന്നുള്ളൊരു ആശയത്തിലേക്ക് സംസ്ഥാനമില്ല. നമ്മുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നിക്ഷേപങ്ങൾ, അതായത് ചരടുകളില്ലാത്ത നിക്ഷേപങ്ങൾ മാത്രമായിരിക്കും സംസ്ഥാനം സ്വീകരിക്കുക. അതുവഴിയായിരിക്കും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളായിരിക്കും നടക്കുക. ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു തീരുമാനവും CPIM-ൻ്റെയോ LDF സർക്കാരിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന വളരെ കൃത്യമായ സന്ദേശം കൂടി പാർട്ടി ഈ സമ്മേളനത്തിലൂടെ നൽകുന്നുണ്ട്. മനു. കുട്ടൻ, മനു, ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി നേരത്തെ കാണിച്ച ആകാശ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകട്ടെ. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മനു, നേരത്തെ മന്ത്രി സംസാരിച്ചപ്പോൾ, KNP സംസാരിച്ചപ്പോൾ ഒരു ഭാഗം വോളണ്ടിയേഴ്സ് ഇവിടേക്ക് എത്തിയിരുന്നില്ല. കണ്ടോ, ആ വഴികൾ അങ്ങോട്ട് പോവുകയാണ്. പല വഴികളായി കുതിച്ചെത്തി ഒരു പുഴ കടലാകുന്നത് പോലെയായിരുന്നു ഇന്നലെ ആശ്രാമം മൈതാനിയിൽ ചെങ്കടലാക്കിക്കൊണ്ട് റെഡ് വോളണ്ടിയർ മാർച്ച്. ഒത്തിരി റെഡ് വോളണ്ടിയേഴ്സ് അവർക്ക് അനുവദിച്ച, സല്യൂട്ട് നൽകാൻ അനുവദിച്ച സ്ഥലത്ത് വന്ന് അസംബ്ലി ചെയ്യുമ്പോഴും ഒരു ഭാഗം ഒരു വഴി പോലെ, ഒരു പുഴ പോലെ അപ്പുറത്തേക്ക് ഒഴുകി എത്തുന്നേ ഉള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വഴി അതാ അങ്ങേ അറ്റത്തേക്ക് പോകുന്നുണ്ട് ആശ്രാമം മൈതാനിയുടെ പുറത്തേക്കുള്ള ഗേറ്റുകളിലേക്ക്. അത്രയ്ക്ക് മനോഹരമായ ഒരു വിഷ്വൽ. നോക്കും മനു, അതിന്റെ ആ ഒരു മനോഹാരിത നമുക്ക് അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു കുട്ടൻ. ഏതായാലും CPIM-ന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ച് പാർട്ടി അതിന്റെ മറ്റ് സംഘടനാപരമായ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോവുകയാണ്.